നമസ്കാരം. ഒരു മാസം നീണ്ട വീറും വാശിയുമേറിയ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഫലം വരുമ്പോൾ കേരളത്തിൽ ബലാബലത്തിൽ മാറ്റമില്ല. വയനാട്ടിൽ പ്രിയങ്കയുടെ മിന്നും ജയം, പാലക്കാട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ, ചേലക്കരയെ ചുവപ്പിച്ച് വീണ്ടും UR പ്രദീപ്. കൂടിയതും കുറഞ്ഞതുമായ വോട്ടുകളുടെ കണക്ക് നിരത്തി ആരോപണ പ്രത്യാരോപണങ്ങളിലാണ് മുന്നണികൾ. ഓരോ മണ്ഡലത്തിലെയും വിശദമായ റിപ്പോർട്ടുകളും ഞങ്ങളുടെ പ്രതിനിധികളുടെ വിശകലനവും കാണാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. പാലക്കാട് മറിഞ്ഞില്ല. UDF കോട്ടയെന്നുറപ്പിച്ച് റെക്കോർഡ് ജയം നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ. സരിൻ രണ്ടാമതെത്തിയില്ല. നഗരസഭയിലെ BJP കോട്ടകളിൽ വോട്ട് ചോർന്നു. ചേലക്കര ഇടത്ത് തന്നെ UR പ്രദീപ് ജയിച്ചു കയറി. LDFന് 18,588 വോട്ട് കുറഞ്ഞു. രണ്ടാമത് രമ്യ ഹരിദാസ്. UDFന് 8,611 വോട്ട് കൂടി. BJPയുടെ അക്കൗണ്ടിൽ അധികമെത്തിയത് 9,000-ൽ പരം വോട്ടുകൾ. അൻവർ ഷോ ഒട്ടും പ്രതിഫലിക്കാതെ ഫലം. For giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. So I feel it's a great honor and I will respect it fully. ത്രിവർണം പുതച്ച് വയനാട്. പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം. CPIക്ക് വൻ വോട്ട് ചോർച്ച. BJPക്ക് കെട്ടിവെച്ച കാശുപോയി. ഉടൻ വയനാട്ടിലെത്തുമെന്ന് പ്രിയങ്ക. ഭരണവിരുദ്ധ പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് MP ഗോവിന്ദനും. ഞാനിപ്പോ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. പിന്തുണച്ച് K മുരളീധരൻ. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകി. എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് തിളക്കമുണ്ടാകുന്നതെന്ന് പരിഹസിച്ച് VD സതീശൻ. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ തേരോട്ടം. മഹാവികാസ് അഘാഡി തകർന്നടിഞ്ഞു. BJP സഖ്യം 235 സീറ്റ് നേടി ഭരണം നിലനിർത്തി. ഇന്ത്യ മുന്നണിക്ക് ആശ്വാസമായി ജാർഖണ്ഡ്. JMM സഖ്യത്തിന് ഭരണ തുടർച്ച. മുനമ്പം സമരക്കാരുമായി ഓൺലൈൻ ചർച്ച നടത്തി മുഖ്യമന്ത്രി. പ്രശ്നപരിഹാരം 3 മാസത്തിനകമെന്ന് ഉറപ്പ്. സമരം നിർത്തണമെന്ന ആവശ്യം തള്ളി സമരസമിതി. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കുമെന്നും സമരക്കാർ. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ പിടിമുറുക്കുന്നു. ഓസീസിനെതിരെ 128 റൺസിന്റെ ലീഡ്. സെഞ്ചുറിക്കരികെ യശസ്വി ജയ്സ്വാൾ. ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 104-ന് പുറത്ത്. അട്ടിമറികളില്ലാതെ ജനവിധി. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ UDFന് മിന്നും ജയം. UR പ്രദീപ് ചേലക്കര ഉറച്ച ചെങ്കോട്ടയായി നിലനിർത്തി. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുന്നത്. ഏവരും ഉറ്റുനോക്കിയ പാലക്കാട് വോട്ടെണ്ണലിന്റെ ഓരോ റൗണ്ടും ഉദ്യോഗം നിറഞ്ഞതായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിൽ
വോട്ടെണ്ണൽ ദിനത്തിലും എല്ലാ ശ്രദ്ധയും പാലക്കാടായിരുന്നു. നഗരസഭയിലെ കൽപ്പാത്തി മുതൽ എണ്ണിത്തുടങ്ങിയ ആദ്യ റൗണ്ടിൽ തന്നെ സസ്പെൻസിന് വിത്തുപാകി. ആദ്യ റൗണ്ടിൽ BJP പ്രതീക്ഷിച്ച ഭൂരിപക്ഷം 2200-ലധികം. ലഭിച്ചത് 1057 വോട്ട് മാത്രം. എന്തായാലും സി കൃഷ്ണകുമാറിന് ലീഡുണ്ട്. 1057 വോട്ടുകളുടെ ലീഡ്. ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് കൃഷ്ണകുമാറിന്. ഇനി 4-5 റൗണ്ടുകളിൽ ഈ ലീഡ് ഉയർത്താൻ പറ്റിയാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. എന്തായാലും ആദ്യ 5 റൗണ്ടെങ്കിലും ലീഡ് നിലനിർത്താമെന്ന് കണക്കുകൂട്ടിയ BJPക്ക് രണ്ടാം റൗണ്ടിൽ വോട്ട് ചോർച്ച മണത്തു. ലീഡ് 798 കുറഞ്ഞു. മൂന്നാം റൗണ്ടിൽ UDFന് 708 വോട്ട് അപ്രതീക്ഷിത ലീഡ്. അതെ രാഹുൽ, 708 വോട്ടുകളുടെ ലീഡ്. മൂന്നാം റൗണ്ടാണ് കിട്ടുന്നു. UDF നാലാം റൗണ്ടിലും ലീഡ് ഉയർത്തി. ഇതോടെ UDF ക്യാമ്പിൽ ആഘോഷത്തിന് തുടക്കം. അഞ്ചാം റൗണ്ടിൽ വീണ്ടും ട്വിസ്റ്റ്. മൂത്താൻതറ തുണച്ചതോടെ BJP വീണ്ടും മുന്നിൽ. വീണ്ടും BJP വീണ്ടും മാറുന്നു. പാലക്കാട് നടക്കുന്നത് എന്ത് തരം സസ്പെൻസ് ആണ്? ഒറ്റ മിനിറ്റിനുള്ളിലാണ് മാറുന്നത്. 963 വോട്ടിന്റെ ലീഡിന് പക്ഷേ അധികം ആയുസ് ഉണ്ടായില്ല. 11ാം റൗണ്ടിൽ മാത്രമാണ് സരിന് LDF വോട്ടുകൾ ഉയർത്താനായത്. മാത്തൂരും കണ്ണാടിയിലും പ്രതീക്ഷിച്ച 4000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFന് കിട്ടിയില്ല. ഇടതുമുന്നണി ഈ തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു സരിൻ. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു സാധ്യത നമുക്ക് മുന്നിലേക്ക് വരും. അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ രണ്ടാമത്തെ റൗണ്ട്, ഞാൻ പറയുന്നു അതിനിർണായകമായ 2 റൗണ്ടുകളുണ്ട്. ആദ്യത്തെ 5 റൗണ്ടിൽ 4ഉം 5ഉമാണ്. അത് പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ 5 റൗണ്ടിനപ്പുറത്തേക്ക് മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇത് മുഴുവൻ എണ്ണുന്നത്. എന്നിട്ടും ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ആ ഒരു ട്രെൻഡോ പാറ്റേണോ തന്നെ പുലർത്താനാണ് പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലൊക്കെ സാധ്യത. എല്ലാ കണക്കുകൂട്ടലും തകർത്ത രാഹുൽ മുന്നേറ്റമാണ് ആദ്യ മണിക്കൂറിന് ശേഷം കണ്ടത്. പാലക്കാടിന്റെ വലിയ വിജയമാണ്. പാലക്കാട് എല്ലാ മേഖലയും ചേർന്ന് വരുന്നൊരു വിജയമല്ലേ. പടലപ്പിണക്കം മുതൽ വോട്ട് ചോർച്ച വരെ ആത്മപരിശോധനയിലേക്കാണ് BJP. ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾ മാറ്റും. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. പാർട്ടി ചിഹ്നമില്ലാതെ ഇറക്കിയ ഡോക്ടർ P സരിന് കഴിഞ്ഞ തവണത്തെക്കാൾ വെറും 860 വോട്ട് മാത്രമാണ് കൂടുതൽ നേടാനായത്. പാലക്കാട്ടെ LDFന്റെ പുതിയ രാഷ്ട്രീയ പരീക്ഷണം പാളി. ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കണക്കുകൾ ജനങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ റെസ്പോൺസിൽ പ്രതീക്ഷ അർപ്പിച്ചാണ്. അത് തെറ്റിപ്പോയി എന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഒരു ഡിസ്ക്ലെയിമർ പോലെ. ഇതൊക്കെ തെറ്റാം. ഇത് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതകളാണ്. ന്യൂസ് ഡെസ്ക്, News 18. പാലക്കാട്ട് വീണ്ടും 3ാം സ്ഥാനത്തായതിന്റെ നാണക്കേടിലാണ് ഇടതുമുന്നണി. ചേലക്കര മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചെങ്കിലും ഭൂരിപക്ഷം 3-1 ഇടിഞ്ഞു. വയനാട്ടിലും വോട്ട് കുറഞ്ഞു. പിണറായി സർക്കാരിനെതിരെ ജനവികാരമുണ്ടായോ എന്നതായിരിക്കും ഇനിയുള്ള ചർച്ച. ജയപരാജയങ്ങൾ മാത്രം നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമാണ് ഇത്തവണത്തേത്. വയനാട് ലോക്സഭയിലെ ജനവിധിയും പഴയതു തന്നെ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വാദിക്കാൻ പിണറായി സർക്കാരിന് ഇത് മതി. ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. പക്ഷേ സൂക്ഷ്മ വിശകലനത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. ആഞ്ഞു പിടിച്ചിട്ടും 3ാം സ്ഥാനമെന്ന നാണക്കേട് പാലക്കാട് മാറിയില്ല. ഡോക്ടർ സരിനിലൂടെ ഭരിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 860 വോട്ടേ അധികം നേടാനായുള്ളൂ. സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം കൊടുത്തിട്ടൊന്നും മുസ്ലിം വോട്ടുകൾ ഇളകിയതുമില്ല. SDPയും ജമാഅത്തെ ഇസ്ലാമിയും മറുപക്ഷത്തേക്ക് ചാഞ്ഞതാണ് കാരണമെന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രം. ആകെയുള്ള ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കാരണമായത് ഇടതു വോട്ടല്ല, BJP വോട്ടിലെ ചോർച്ചയാണ് എന്നതാണ്. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതിരുന്ന വയനാട്ടിൽ 4% വോട്ടിൻ്റെ ഇടിവാണ് ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്നത്. ഇതിനിടെ ചേലക്കരയിലെ 12,000-ലധികം വോട്ടിൻ്റെ വിജയമാണ് ഇടതുമുന്നണിക്ക് ശരിക്കുള്ള പിടിവള്ളി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് 27,199 വോട്ട് കുറവാണ് എന്നത് വേറെ കാര്യം. ഇടതു കോട്ടയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ചോർന്നുപോയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രതിപക്ഷത്തിന് വാദിക്കാം. അപ്പോഴും 12,000-ന് മുകളിലുള്ള UR പ്രദീപിൻ്റെ ഭൂരിപക്ഷം ആധികാരികമാണെന്ന് ഭരണപക്ഷത്തിനും തർക്കിക്കാം. ഇതിനിടെ ഭരണവിരുദ്ധ വികാരമൊന്നും വോട്ടായില്ലെന്ന് വെടിപൊട്ടിച്ച് K മുരളീധരൻ പിണറായി സർക്കാരിനെ സഹായിച്ചിട്ടുമുണ്ട്. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി.
ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. LDF സർക്കാരിന്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരണം ലെവലേശം പോലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് UDF പാലക്കാട്ട് വിജയം നേടിയത്. പാലക്കാട് LDF സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ കൂടിയെന്നും വാർത്താക്കുറിപ്പിലൂടെ പിണറായി വിജയൻ അറിയിച്ചു. പാലക്കാട്ടെ വൻ വിജയം UDF ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ചേലക്കരയിൽ വിജയിച്ചില്ലെങ്കിലും മുന്നണിയുടെ കെട്ടുറപ്പും ചടുലമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആസൂത്രണവും ഫലം കണ്ടുവെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിനിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം VD സതീശന് വ്യക്തിപരമായും നേട്ടമാണ്. പാലക്കാട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. വിജയിച്ചെന്നു മാത്രമല്ല, വൻ ഭൂരിപക്ഷം. തോൽവിയെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ VD സതീശന്റെ നേതൃസ്ഥാനത്തിന് പോലും ഇളക്കം തട്ടുമായിരുന്നു. സതീശനും ഷാഫിയും രാഹുലും ചേർന്ന പുതിയ അച്ചുതണ്ടിനെതിരെ വാളോങ്ങിയിരുന്നവർക്ക് തൽക്കാലം നിശബ്ദരാകേണ്ടി വരും. വരത്തൻ സ്ഥാനാർത്ഥിയെന്ന വിമർശനത്തിന് ബാലറ്റിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടം മറുപടി കണ്ടെത്തി. ഫലത്തിൽ ചേലക്കരയിലെ പരാജയത്തിന് മറയിടാൻ പാലക്കാട്ടെ വലിയ ഭൂരിപക്ഷത്തിന് കഴിയും. നേരിട്ട പ്രതികൂല ഘടകങ്ങളെയെല്ലാം മറികടന്നാണ് പാലക്കാട്ടെ വിജയം. P. സരിന്റെ കൂറുമാറ്റവും കള്ളപ്പണ ആരോപണവും ഇരട്ട വോട്ട് വിവാദവും അടക്കം അതിജീവിച്ചു. ഒരു പരിധിവരെ ഈ വിവാദങ്ങളെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റിയെന്നതാണ് മുന്നണി നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ വിജയം. പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും കൂട്ടായ ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക. കോൺഗ്രസിന്റെ പതിവ് ശൈലിയല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കണ്ടത്. മിനിറ്റുകൾക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം, മുന്നണിയുടെ ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിൽ വരെ ഈ ആസൂത്രണം പ്രകടമായി. ഒടുവിൽ വോട്ടെടുപ്പിനടുത്ത ദിവസങ്ങളിൽ സന്ദീപ് വാര്യരെ കൂറുമാറ്റി കോൺഗ്രസിന്റെ വമ്പൻ സസ്പെൻസ്. പരാജയപ്പെട്ടെങ്കിലും ചേലക്കരയെന്ന ഇടതുകോട്ട പിടിക്കാൻ വലിയ സന്നാഹമാണ് കോൺഗ്രസ് ഒരുക്കിയത്. മുന്നണി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള പ്രചരണം തോൽവിയെങ്കിലും ഭാവിയിൽ നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം VD സതീശനായിരുന്നു മുഖ്യ ആസൂത്രകൻ. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലും മുന്നണിയിലും കൂടുതൽ കരുത്തനാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് സതീശൻ എന്ന ഉത്തരത്തിനൊപ്പം നിൽക്കാൻ ആളുകൂടും. മാസങ്ങൾക്കപ്പുറം നടക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കലാണ് ഇനി അടുത്ത വെല്ലുവിളി. മുന്നണി നേതൃത്വം കാട്ടുന്ന ആർജവത്തിനൊപ്പം പാർട്ടി എത്തുന്നില്ലെന്ന വിമർശനമായിരിക്കും ഇനി ഉയരുക. ഫലത്തിൽ VD സതീശന് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തിപരമായ നേട്ടം കൂടിയാവുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഏത് കാറ്റിലും കോളിലും ഉലയാത്ത ഇടത് കരയെന്ന് അരക്കിട്ടുറപ്പിക്കുന്നതാണ് ചേലക്കരയിൽ UR പ്രദീപിന്റെ വിജയം. ചേലക്കരയിലെ രണ്ടാം അംഗത്തിൽ സ്വന്തം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് UR പ്രദീപ് നിയമസഭയിൽ എത്തുന്നത്. ഭരണവിരുദ്ധ വികാരം വെറും പ്രതിപക്ഷ ആരോപണം മാത്രമെന്ന് വാദിക്കാൻ LDFന് ബലം നൽകുന്നത് കൂടിയാണ് ചേലക്കരയിലെ ജനവിധി. കെ രാധാകൃഷ്ണൻ 2021 നേടിയ 39,400 വോട്ടിന്റെ ഭൂരിപക്ഷമില്ലെങ്കിലും ചേലക്കരയിലെ വിജയത്തിൽ LDFന് ആശ്വസിക്കാനേറെ. പ്രചാരണ വിഷയങ്ങൾ മാറിമറിഞ്ഞും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും വാർത്തകളിൽ നിറഞ്ഞത് പാലക്കാടും വയനാടുമായിരുന്നു. എന്നാൽ ഭരണത്തിന്റെ യഥാർത്ഥ വിലയിരുത്തലാവുക LDF 28 വർഷമായി കൈവശം വയ്ക്കുന്ന ചേലക്കരയിൽ. പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമെന്ന് വിമർശനമേൽക്കാമായിരുന്ന തെരഞ്ഞെടുപ്പിൽ LDF നേടിയത് 5 അക്ക ഭൂരിപക്ഷം. ഭരണത്തിന്റെ 8ാം വർഷത്തിൽ നേടിയ 12,201 വോട്ടിന്റെ ജയം അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് ആവർത്തിക്കുന്നു LDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിലെ വിജയം തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ജനകീയ അംഗീകാരമാണ്. എത്ര വലിയ തെറ്റായ അപവാദ പ്രചരണങ്ങൾ നിരത്തിയാലും ഇടതുപക്ഷത്തെ കൈവിടില്ല ചേലക്കര എന്ന് നമുക്ക് ബോധ്യമായി. ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നോടിയായിട്ടുള്ള ഫലസൂചകമാണ്. എന്തെല്ലാം പ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും ചേലക്കരയുടെ ജനത ഒരിക്കലും അതൊന്നും വിശ്വസിക്കില്ല. തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യ റൗണ്ട് വോട്ടെണ്ണിയ വരവൂർ പഞ്ചായത്ത് മുതൽ 14 റൗണ്ട് വോട്ടെണ്ണിയ പഴയന്നൂർ വരെ ലീഡ് നിലനിർത്താൻ LDFനായി.
ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള വരവൂരും ദേശമംഗലവും വള്ളത്തോൾ നഗരവും ഇത്തവണയും LDFനെ തുണച്ചു. ഈ പഞ്ചായത്തുകൾ എണ്ണിത്തിരുമ്പോഴേക്കും LDF ലീഡ് 6000 കടന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസ് 8122 വോട്ടുകൾ അധികമായി നേടിയെങ്കിലും UDF ഭരണത്തിലുള്ള തിരുവല്ലോമലയും പഴയന്നൂരും കൊണ്ടാഴിയും കൈവിട്ടത് രമ്യ ഹരിദാസിന് തിരിച്ചടിയായി. പടിപടിയായി BJP വോട്ട് ഉയർത്തുന്നതിനും ചേലക്കര സാക്ഷി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24,045 വോട്ടുണ്ടായിരുന്ന BJP ഇത്തവണ നേടിയത് 33,354 വോട്ട്. 9,039 വോട്ടിന്റെ വൻ വർധന. കൊട്ടിഘോഷിച്ചിറക്കിയ PV അൻവറിന്റെ DMK വലിയ ചലനമുണ്ടാക്കിയില്ലെന്നതും ശ്രദ്ധേയം. 3,908 വോട്ടാണ് NK സുധീറിന് നേടാനായത്. കെ രാധാകൃഷ്ണന് പകരമെത്തിയ UR പ്രദീപിന്റെ സ്വീകാര്യതയും വിജയത്തിൽ നിർണായകമായി. 2016 നേടിയ ഭൂരിപക്ഷത്തെക്കാളും 2001 വോട്ട് അധികം നേടിയാണ് UR പ്രദീപ് വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നത്. ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. ഗാന്ധി കുടുംബത്തെ ഹൃദയത്തോട് ചേർക്കുന്ന പതിവ് വയനാട് ആവർത്തിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന്റെ മിന്നും വിജയം. 6 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്കുള്ള കന്നിയംഗം പ്രിയങ്ക ഗംഭീരമാക്കിയത്. LDFന് വോട്ട് കുറഞ്ഞപ്പോൾ BJPക്ക് ഇത്തവണയും കെട്ടിവെച്ച കാശ് നഷ്ടമായി. രാഹുൽ ഗാന്ധി ആദ്യമായി ചുരം കയറിയ 2019 വയനാട്ടുകാർ നൽകിയ ഭൂരിപക്ഷം 4,31,770 വോട്ട്. 2024 കുറവെങ്കിലും ഭൂരിപക്ഷം 3,64,422. രാഹുൽ മാറി പ്രിയങ്ക വരുമ്പോഴും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് വയനാട്ടുകാർ. ഭൂരിപക്ഷം 4,10,931. For giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there, and their love for him and their trust in me. So I feel it's a great honor and I will respect it fully. മണ്ഡലം രൂപീകൃതമായ 2009 ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് പോളിംഗ് ആയിരുന്നു ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നായിരുന്നു ആശങ്ക. എന്നാൽ കുറവ് വരിക LDF NDA വോട്ടുകളിലായിരിക്കുമെന്ന UDF വിലയിരുത്തൽ ശരിവെക്കുന്നതാണ് വയനാടൻ ജനവിധി. പോൾ ചെയ്ത വോട്ടിന്റെ 65% പ്രിയങ്ക ഗാന്ധി നേടി. കഴിഞ്ഞ തവണ രാഹുലിന് ലഭിച്ചത് 59.6% വോട്ടായിരുന്നു. 2014 MI ഷാനവാസിനോട് ഇഞ്ചോടിഞ്ച് പൊരുതിയ സത്യൻ മൊഗേരി വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയെങ്കിലും വോട്ട് ശതമാനവും LDFന് കുറഞ്ഞു. വോട്ട് ശതമാനം ഇടിഞ്ഞത് 26 നിന്ന് 22. അത് LDFും LDFിലെ പാർട്ടികളും അത് എന്താണെന്നുള്ള പരിശോധിക്കുന്നത്. എന്താണ് കുറയാൻ കാരണം? വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ LDFിൻ്റെ വോട്ടിൽ പോൾ ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൊളിറ്റിക്കലായി സംഘടനാപരമായി LDFും LDFിലെ ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കും. NDAക്ക് ഇത്തവണയും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. 1,09,939 വോട്ടുകൾ മാത്രമാണ് നവ്യ ഹരിദാസിന് നേടാനായത്. കഴിഞ്ഞ തവണ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നേടിയത് 1,41,045 വോട്ടായിരുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളും രാഹുലിന് നൽകിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നൽകി. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പ്രിയങ്ക നേടിയ ഭൂരിപക്ഷം 2,02,436 വോട്ട്. അതിൽ വണ്ടൂർ മാത്രം നൽകിയത് 73,276 വോട്ടിന്റെ ഭൂരിപക്ഷം. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുന്നതിൽ ഇത് നിർണായകമായി. കോൺഗ്രസിന് പാർലമെന്റിൽ പ്രാതിനിധ്യം വർദ്ധിച്ച 18ാം ലോക്സഭയിലേക്ക് പ്രിയങ്ക കൂടി എത്തുന്നത് ഇന്ത്യ സഖ്യത്തിന് കരുത്താകും. ഒപ്പം ഗാന്ധി കുടുംബത്തിലെ 3 പേർ പാർലമെന്റിൽ എത്തുന്നു എന്ന പ്രത്യേകതയ്ക്കും രാജ്യം സാക്ഷ്യം വഹിക്കും. വയനാട്ടിൽ നിന്നും CB അനുമോദ്, News 18. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുന്നതാണ് പാലക്കാട് BJPയിൽ കണ്ടത്. പരമ്പരാഗത ശക്തി കേന്ദ്രമായ നഗരമേഖലകൾ കൈവിട്ടു. സ്ഥാനാർത്ഥി നിർണയം മുതൽ നഗരസഭാ ഭരണം വരെ ചോദ്യം ചെയ്യുന്നതാണ് പാലക്കാട്ടെ BJPയുടെ വൻ പരാജയം.
ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയതോടെ പാലക്കാട് ഇത് ബി.ജെ.പിക്ക് സുവർണാവസരമെന്ന് വിലയിരുത്തൽ വന്നു. ശോഭാ സുരേന്ദ്രനോ മറ്റേതെങ്കിലും മുതിർന്ന നേതാക്കളോ സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹം പടർന്നു. എന്നാൽ 2021 മലമ്പുഴയിൽ മത്സരിച്ച തന്റെ വിശ്വസ്തൻ സി കൃഷ്ണകുമാറിനായി അപ്പോഴേക്കും കെ സുരേന്ദ്രൻ നീക്കം ആരംഭിച്ചിരുന്നു. തുടക്കത്തിൽ തന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ എതിർപ്പുകളെ നേരിടുകയായിരുന്നു കൃഷ്ണകുമാറിന്റെ വെല്ലുവിളി. പാർട്ടിയിലെ തർക്കം പരിഹരിച്ചുവെന്ന് കരുതിയെങ്കിലും ഒടുവിൽ കനത്ത പരാജയത്തിന് ആഭ്യന്തര പ്രശ്നങ്ങളും കാരണമായെന്നാണ് സൂചന. പരമ്പരാഗത ശക്തി മേഖലകളടക്കം ബി.ജെ.പിയെ കൈവിട്ടു. 2021 നഗരസഭ ഇ ശ്രീധരന് നൽകിയത് 6200 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. എന്നാൽ രണ്ടാം റൗണ്ടിൽ തന്നെ നഗരസഭ കൃഷ്ണകുമാറിനെ കൈവിട്ടു. ഇടയ്ക്ക് നഗരസഭയുടെ ചില പോക്കറ്റുകളിൽ മേധാവിത്വം തെളിയിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തേരോട്ടത്തെ തടയാനായില്ല. തോൽവിക്കപ്പുറം നഗരസഭാ മേഖലകളിലെ തിരിച്ചടി ബി.ജെ.പിയിൽ വലിയ ചർച്ചകൾക്കിടയാക്കും. നഗരസഭയിലെ ബി.ജെ.പി ഭരണത്തിനെതിരെ ഉയരുന്ന വികാരം കൃഷ്ണകുമാറിന് വെല്ലുവിളിയായി. രാഹുൽ ഇത് നേട്ടമാക്കി. ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ട 10,000-ൽ പരം വോട്ടുകൾ UDF പിടിച്ചെടുത്തു. പി സരിനും ഇതിന്റെ പങ്കുപറ്റി. കാത്തിരിക്കുന്നത് പാലക്കാട് ബി.ജെ.പിയിൽ വലിയ വിവാദകാലമാണ്. നഗരസഭാ ഭരണവും ചോദ്യം ചെയ്യപ്പെടും. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി. ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. തൃശൂരിലെ വിജയത്തിന്റെ തലപ്പൊക്കത്തിലായിരുന്നു ബി.ജെ.പി നേതൃത്വം. വോട്ടെടുപ്പ് പൂർത്തിയാവുന്നതിന് മുമ്പേ കെ സുരേന്ദ്രൻ പാലക്കാട് തൃശൂർ ആവർത്തിക്കുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. പരാജയത്തിന് പിന്നാലെ സുരേന്ദ്രന്റെ ഈ നീക്കവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ബാധിച്ചിട്ടില്ലെന്നായിരുന്നു നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ തോൽവിയോടെ സന്ദീപ് വാര്യരുടെ മറുകണ്ഠം ചാടലും ബി.ജെ.പിയിൽ ചർച്ചയാവും. പാർട്ടിയുമായി നേരത്തെ ഉടക്കി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രന് പാലക്കാട് സ്ഥാനാർത്ഥിത്വ മോഹമുണ്ടായിരുന്നു. ഒടുവിൽ നേതൃത്വത്തിന് വഴങ്ങിയെങ്കിലും ശോഭയ്ക്ക് പരാജയം പുതിയ നീക്കത്തിന് വഴിയൊരുക്കുകയാണ്. ചുരുക്കത്തിൽ ലോക്സഭയിലെ അക്കൗണ്ട് തുറക്കലിന്റെ പ്രഭയിൽ നിയമസഭയിലേക്ക് കണ്ണെറിയുന്ന ബി.ജെ.പിക്ക് പാലക്കാട് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ വിത്ത് പാകാനിറങ്ങിയ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിരിക്കുന്നത്. തുടക്കത്തിലെ പാളിയ രാഷ്ട്രീയ പരീക്ഷണം ഇനി എന്ത് എന്ന ചോദ്യമാണ് അൻവറിന് മുന്നിൽ അവശേഷിപ്പിക്കുന്നത്. അഴിമതിയോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചു തുടങ്ങിയ പരീക്ഷണം ചെറുചലനം പോലും ഉണ്ടാക്കാതെ പോയ തെരഞ്ഞെടുപ്പ് ഫലം. ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവറിന് കിട്ടിയത് 3900 വോട്ടുകളാണ്. പാലക്കാട് സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് UDFന് പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും UDF വിജയത്തിൽ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ അൻവറിനാകില്ല. സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ നേരത്തെ തന്നെ പ്രിയങ്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം. ചേലക്കരയിൽ സുധീറിലൂടെ വോട്ട് സമാഹരിച്ച് ശക്തി തെളിയിച്ച് UDFൽ സമ്മർദ്ദ ശക്തിയാകാനുള്ള ശ്രമം പാളിയതോടെ അൻവറിന്റെ UDF പ്രവേശനത്തിൽ വെല്ലുവിളികളേറെയാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു ജനകീയ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ്. എല്ലാ പാർട്ടികളിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണയേറുകയാണ്. ഈ മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതൊരു ഇവിടുത്തെ ഒരു പ്രപഞ്ച സത്യമാണ്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ചാണ് ഇടതുമുന്നണി വിട്ടത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായതോടെ ആദ്യം പറഞ്ഞ നയങ്ങളിലും നിലപാടുകളിലും അടിക്കടി മാറ്റം വരുത്തുന്ന അൻവറിനെയാണ് കണ്ടത്. പ്രതീക്ഷിച്ച വോട്ട് കിട്ടാതെ ആദ്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം തന്നെ പാളിയതോടെ DMKയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും. LDFലേക്ക് ഇനി പ്രതീക്ഷ വേണ്ട. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അൻവർ UDFലെത്താൻ വീണ്ടും ശ്രമിച്ചേക്കും. പക്ഷേ ചേലക്കരയിൽ UDFന്റെ സാധ്യതകളെ വെല്ലുവിളിച്ച നേതാവിനെ ഒപ്പം നിർത്താൻ മുന്നണി നേതൃത്വം തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞതെങ്ങനെ? ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എങ്ങനെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ബാധിക്കും? അവർക്ക് എന്താണ് അവരുടെ സാധ്യതകൾ? ഇതിന്റെ വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും ഇടവേളയ്ക്ക് ശേഷം. എല്ലാ ഘട്ടങ്ങളും ഞങ്ങളുടെ പ്രതിനിധികൾ BV അരുണും G ശ്രീജിത്തും ചേരുകയാണ് പാലക്കാട് നിന്ന്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കിയത് പാലക്കാടാണ്. പാലക്കാട് ഒരു മാസം ചെലവഴിച്ച് അവിടുത്തെ പ്രചാരണ പരിപാടികൾ വീക്ഷിച്ച ആളാണല്ലോ അരുൺ. അവിടെ വേണമെങ്കിൽ ബി.ജെ.പിക്ക് ഒരു വിജയം
അതിൻ്റെ ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ വിജയമുണ്ടായില്ല എന്ന് മാത്രമല്ല, ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിരിക്കുന്നു. 10,671 വോട്ട് കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണ്. ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെ വോട്ട് കുറഞ്ഞു? നിരവധി ചോദ്യങ്ങൾ BJPക്ക് നേരെയാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പാളിപ്പോയി എന്ന ആക്ഷേപങ്ങൾ ആദ്യം മുതൽ തന്നെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും ഇതിന് മറുപടി പറയേണ്ടി വരുന്നത്, വലിയ വില കൊടുക്കേണ്ടി വരുന്നത് BJP ആണ്. തീർച്ചയായിട്ടും BJPക്ക് സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം ജയിക്കാൻ കഴിയുന്ന മണ്ഡലം, അല്ലെങ്കിൽ ഏറ്റവും അധികം അവർക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു പാലക്കാട്. അവിടെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ പോലും പ്രകടിപ്പിച്ച നേതാവ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനായിരുന്നു. പക്ഷേ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു തിരിച്ചടിയാണ് അവർക്കുണ്ടായത്. അതൊരു പക്ഷേ ഈ ഒരു തോൽവി കൊണ്ട് മാത്രം തീരുന്നതല്ല, വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതിൻ്റെ ഒരു ആഘാതം BJPക്ക് ഉണ്ടാക്കും. അത് BJPയുടെ പ്രവർത്തകരുണ്ടാക്കുന്ന ആഘാതം മാത്രമല്ല, UDF-ഉം LDF-ഉം അത് വലിയൊരു അവസരമായി, അവർ ഏറ്റവും വലിയൊരു ചാൻസായി ഇത് ഉപയോഗിക്കും. BJPക്ക് ഇങ്ങനെ ഒരു വലിയ തിരിച്ചടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു തിരിച്ചടി BJPക്ക് ഉണ്ടായത്? ശ്രീജിത്ത്, എന്താണ് ശരിക്കും BJPക്ക് എവിടെയാണ് പിഴച്ചത്? സ്ഥാനാർത്ഥി നിർണ്ണയമാണോ പിഴച്ചത്, അല്ലെങ്കിൽ തന്ത്രങ്ങളിലാണോ പിഴവുണ്ടായത്? അരുണ്, തീർച്ചയായും സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കുറച്ചുകൂടി പ്രൊഫൈൽ കൂടുതലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ അത് ഗുണമാകുമെന്ന വിലയിരുത്തൽ BJP ക്യാമ്പിനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ അവരങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിന് കാരണം ഒരു ന്യൂനപക്ഷ ഏകീകരണം അപ്പുറത്തുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിശബ്ദമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, ഇതായിരുന്നു അവരുടെ തന്ത്രമുണ്ടായിരുന്നത്. പക്ഷേ കൃഷ്ണകുമാർ ആയിട്ട് തന്നെയും പാലക്കാട് ഒരുപക്ഷെ ജയിച്ച് കയറാമെന്ന മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച നടന്നതോടുകൂടി ഇപ്പുറത്ത് വലിയ ധ്രുവീകരണം ഉണ്ടായി എന്നാണ് ഇന്ന് സ്ഥാനാർത്ഥി തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഫലത്തിൽ എങ്ങനെ BJP നിന്നാലും ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിലും വന്നു, കഴിഞ്ഞ ഇ ശ്രീധരൻ്റെ തെരഞ്ഞെടുപ്പിലും വന്നു. പിന്നീട് സ്വന്തം വോട്ടുകൾ, സ്വന്തം പാളയത്തിലെ ചോർച്ച, അത് തടയാൻ BJPക്ക് കഴിഞ്ഞില്ല. സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ്, നഗരസഭയിലെ പ്രശ്നങ്ങൾ, ഇതടക്കം വലിയ പ്രതിസന്ധി ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി. അതായത് ആഭ്യന്തര പോര് പ്രാഥമികമായി പാലക്കാട് തിരിച്ചടിക്ക് കാരണമായി എന്ന പ്രാഥമിക വിലയിരുത്തൽ അവരെ സംബന്ധിച്ചുണ്ട്. ഇതിനുമപ്പുറത്തേക്ക് പാലക്കാട് പോലെയൊരു നിയമസഭാ മണ്ഡലം അങ്ങനെ എളുപ്പത്തിൽ ജയിച്ച് കയറാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് നഗരസഭയിൽ മാത്രമാണ് BJPക്ക് ഒരു മുന്നോട്ട് പോക്കുള്ളത്. അതിനപ്പുറത്ത് പിരായിരി പോലെയുള്ള ന്യൂനപക്ഷ മേഖലകൾ വലിയ ശക്തമായി ഒരുമിച്ച് നിൽക്കുന്ന മേഖല, അതിനപ്പുറത്ത് കണ്ണാടിയും മാത്തൂരും പോലെ BJP മൂന്നാമത് വളരെ താഴെ നിൽക്കുന്ന മേഖല. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും BJP സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടെ ഇല്ലാതെ ഈ മണ്ഡലം എളുപ്പത്തിൽ ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. പൊതുവേ നഗരസഭ BJP ഭരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിനും അപ്പുറത്തേക്ക് മറ്റൊരു പിന്തുണയും BJPക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. എന്തായാലും BJPയിൽ വലിയ ചർച്ചകൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് തെരഞ്ഞെടുപ്പ് ഏകോപനം നടത്തിയൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യുന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ BJPക്കുള്ളിലെ ആഭ്യന്തര പോര് ഇനി വരാൻ സാധ്യത. രേണുക, അരുണിലേക്കും തിരിച്ചെത്താം. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മിന്നും ജയത്തിൽ അതിന്റെ സന്തോഷം പങ്കിടാൻ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നു. यूपी, उत्तराखंड और राजस्थान ने भाजपा को जमकर समर्थन दिया है. असम के लोगों ने भाजपा पर फिर एक बार भरोसा जताया है. मध्य प्रदेश में भी हमें सफलता मिली है. बिहार में भी एनडीए का समर्थन बढ़ा है. ये दिखाता है कि देश अब सिर्फ और सिर्फ विकास चाहता है. मैं महाराष्ट्र के मतदाताओं का
हमारे युवाओं का, विशेषकर माताओं बहनों का, हमारे किसान भाई बहनों का, देश की जनता का आदरपूर्वक नमन करता हूं। साथियों, मैं झारखंड की जनता को भी नमन करता हूं। झारखंड के तेज विकास के लिए हम अब और ज्यादा मेहनत से काम करेंगे और इसमें भाजपा का एक एक कार्यकर्ता अपना हर प्रयास करेगा। साथियों, छत्रपती शिवाजी महाराजांच्या महाराष्ट्राने आज दाखवून दिले तुष्टीकरणाचा सामना कसा करायचा। छत्रपती शिवाजी महाराज, शाहूजी महाराज, महात्मा फुले, सावित्रीबाई फुले, बाबासाहेब आंबेडकर, वीर सावरकर, बाळासाहेब ठाकरे, ऐसे महान व्यक्तित्वों की धरती ने इस बार पुराने सारे रिकॉर्ड तोड़ दिए। और साथियों, बीते 50 साल में किसी भी पार्टी या किसी भी प्री पोल अलायंस के लिए ये सबसे बड़ी जीत है 50 साल के बाद। और एक महत्वपूर्ण बात मैं बताता हूं, ये लगातार तीसरी बार है जब भाजपा के नेतृत्व में किसी गठबंधन को लगातार महाराष्ट्र ने आशीर्वाद दिए हैं, विजयी बनाया है। और ये लगातार तीसरी बार है जब भाजपा महाराष्ट्र में सबसे बड़ी पार्टी बनकर उभरी है। साथियों, ये निश्चित रूप से ऐतिहासिक है। ये भाजपा के गवर्नेंस मॉडल पर मुहर है। अकेले भाजपा को ही कांग्रेस और उसके सभी सहयोगियों से कहीं अधिक सीटें महाराष्ट्र के लोगों ने दी है। ये दिखाता है कि जब सुशासन की बात आती है तो देश सिर्फ और सिर्फ भाजपा पर और एनडीए पर भरोसा करता है। साथियों, एक और बात है जो आपको और खुश कर देगी। महाराष्ट्र देश का छठा राज्य है जिसने भाजपा को
लगातार 3 बार जनादेश दिया है। इससे पहले गोवा, गुजरात, छत्तीसगढ़, हरियाणा और मध्य प्रदेश में हम लगातार 3 बार जीत चुके हैं और बिहार में भी एनडीए को 3 बार से ज्यादा बार लगातार जनादेश मिला है और 60 साल के बाद आपने मुझे तीसरी बार मौका दिया, ये तो है ही है। ये जनता का हमारे सुशासन के मॉडल पर विश्वास है और इस विश्वास को बनाए रखने में हम कोई कोर कसर बाकी नहीं रखेंगे। साथियों, मैं आज महाराष्ट्र की जनता जनार्दन का विशेष अभिनंदन करना चाहता हूं। लगातार तीसरी बार स्थिरता को चुनना ये महाराष्ट्र के लोगों की सूझबूझ को दिखाता है। हां, बीच में जैसा भी नड्डा जी ने विस्तार से कहा था, कुछ लोगों ने धोखा करके अस्थिरता पैदा करने की कोशिश की, लेकिन महाराष्ट्र ने उनको नकार दिया है और उस पाप की सजा मौका मिलते ही दे दी है। साथियों, महाराष्ट्र इस देश के लिए एक तरह से बहुत महत्वपूर्ण ग्रोथ इंजन है। इसलिए महाराष्ट्र के लोगों ने जो जनादेश दिया है वो विकसित भारत के लिए बहुत बड़ा आधार बनेगा। वो विकसित भारत के संकल्प की सिद्धि का आधार बनेगा। साथियों, हरियाणा के बाद महाराष्ट्र के चुनाव का भी सबसे बड़ा संदेश है एकजुटता। एक है तो ये आज देश का महामंत्र बन चुका है। कांग्रेस और उसको इकोसिस्टम, उन्होंने सोचा था कि संविधान के नाम पर झूठ बोलकर, आरक्षण के नाम पर झूठ बोलकर एससी, एसटी, ओबीसी को छोटे छोटे समूहों में बांट देंगे। वो सोचते थे सब बिखर जाएंगे। कांग्रेस और उसके साथियों की साजिश को महाराष्ट्र ने सिरे से खारिज कर दिया है। महाराष्ट्र ने डंके की चोट पर कहा है, एक है तो सेफ है के भाव ने जाति, धर्म, भाषा
और क्षेत्र के नाम पर മഹാരാഷ്ട്രയിലെ മഹാവിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു BJP ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിയ നരേന്ദ്രമോദി. ജനങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തത്. പ്രീണന രാഷ്ട്രീയം ജനങ്ങൾ അവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വികസനമാണ് BJPയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. മഹാരാഷ്ട്രയിൽ ഉപയോഗിച്ച മുദ്രാവാക്യം അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയും ഉയർന്നു കേൾക്കുമെന്നതിന്റെ സൂചന കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുകയാണ്. ഏക് ഹേ തോ സേഫ് ഹേ എന്ന മുദ്രാവാക്യം. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം. അതിനുശേഷം CV അനുമോദ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കണക്കുകളുമായി ചേരും. രാഷ്ട്രീയത്തിലെ കന്നി അംഗത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ വിജയം തന്നെ വയനാട്ടുകാർ സമ്മാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി അവിടെ എത്തി വളരെ വികാരവായ്പോടുകൂടി വോട്ട് തേടിയ പ്രിയങ്കയ്ക്ക് അതേ സ്നേഹം വയനാട്ടുകാർ തിരിച്ചു നൽകിയിരിക്കുന്നു. 4,10,931 വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് അത്രയും ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിരിക്കുന്നത്. അതേസമയം BJPക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്നു. ഇടത് വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു. അവിടെ നിന്ന് CV അനുമോദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, പ്രിയങ്ക ഗാന്ധി അർഹിക്കുന്ന ഒരു വിജയം തന്നെ അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന ഇടത്തേക്ക് തന്നെ വോട്ട് എത്തിയിരിക്കുന്നു. നേരത്തെ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അത് തങ്ങളുടെ വോട്ടുകളല്ല പോൾ ചെയ്യാതിരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാണ്. ഫലം വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നു. ഏതാണ്ട് 71,000 വോട്ടിന്റെ കുറവാണ് സത്യം മൊകേരിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ തന്നെ 2014 വോട്ട് അദ്ദേഹം നേടിയ വോട്ടിനേക്കാളും കുറവ് വന്നിട്ടുണ്ട്. മറുപടി പറയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വയനാട്ടിലെ വോട്ട് ചോർച്ചയിൽ ഉണ്ടോ? രേണുക, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ കന്നി അംഗത്തിൽ പാർലമെന്റിൽ എത്തുമ്പോൾ ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിന്റെ വലിപ്പമല്ല, മറിച്ച് ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ ഉണ്ടായ ചോർച്ചയാണ് ഇവിടെ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സത്യൻ മൊകേരി വയനാട്ടിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ്. 2014 അദ്ദേഹത്തിന്റെ ജയം നഷ്ടമായത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് എന്ന് പറയുന്ന തരത്തിലാണ്. അപ്പോൾ അത് വലിയ ഒരു പോരാട്ടം ഇവിടെ നടത്താൻ ഇടതുപക്ഷത്തിന് സത്യൻ മൊകേരിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കുമെന്ന് പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കുന്നതായിരുന്നു ഈ ഒരു ഫലം. നേരത്തെ പോളിംഗ് ശതമാനത്തിൽ വലിയ ഒരു കുറവുണ്ടായപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്നത് അവർ നടത്തിയ പ്രചാരണം അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ജനം സ്വീകരിച്ചതാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഗുണം ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഫലം വരുമ്പോൾ മുതൽ എവിടെയും ഇടതുപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പരാജയം തന്നെയാണ് വയനാട്ടിൽ നിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. സത്യൻ മൊകേരിയെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ആനിരാജ നേടിയ വോട്ട് പോലും നേടാൻ സാധിച്ചില്ല. 2,83,000-ലധികം വോട്ടാണ് ആനിരാജ നേടിയെങ്കിൽ സത്യൻ മൊകേരിക്ക് 2,11,000 വോട്ട് മാത്രമാണ് നേടാൻ സാധിച്ചത്. അതായത് മാസങ്ങൾക്ക് ഇപ്പുറം 4% കുറവ് ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇടതുമുന്നണിയെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വോട്ട് ചോർച്ച, ഇടതുപക്ഷത്തിന്റെ ഈ വോട്ട് ചെയ്യാതെ പോയതെല്ലാം ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണെന്ന UDFന്റെ അവകാശവാദം ശരിവെക്കുന്ന തരത്തിലാണ് ഈ ഫലങ്ങളും വന്നിരിക്കുന്നത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നിരുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നത് വനിതകൾ പോലും പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ അന്ന് തന്നെ ആ ഒരു വിലയിരുത്തൽ നടത്തിയതാണ്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഈ ഒരു വലിയ ഭൂരിപക്ഷം. എന്നാണെങ്കിലും ഫലം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇതിന്റെ തോൽവിയുടെ ആഘാതം അത് ഇത്രമാത്രം വലുതാകുമെന്ന് ഇടതുപക്ഷം ഒരിക്കലും കരുതിയിട്ടില്ല. അനുമോദ്, ഇവിടെ ഇപ്പോൾ പാർലമെന്റിലേക്ക് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അത് സംസ്ഥാന രാഷ്ട്രീയമാണോ ചർച്ചയ്ക്ക് വന്നത് എന്ന ഒരു ചോദ്യം ഉയരാം. പക്ഷെ നോക്കൂ,
വയനാട്ടിൽ ഒരു മഹാദുരന്തത്തിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത വയനാടിനെ സംബന്ധിച്ചുണ്ട്. അവിടെ നമ്മൾ പോലും ക്യാമ്പയിൻ ചെയ്യുന്നു. കേന്ദ്രവും സംസ്ഥാനവും വയനാടിനെ മറന്നോ എന്നതാണ് ചോദ്യം. കാരണം അങ്ങനെ ഒരു സംരക്ഷണം അവർക്കൊരുക്കാൻ സംസ്ഥാനത്തിന് എല്ലാ വിധത്തിലും കഴിഞ്ഞോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ചേലക്കര ചൂണ്ടിക്കാട്ടിയാണ്. ബാക്കിയെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന വിജയങ്ങൾ എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു ഇടതുപക്ഷം. പക്ഷേ വയനാട്ടിൽ വോട്ട് ചോർന്നത് ഭരണവിരുദ്ധമായ ഒരു സാഹചര്യം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുമോ? വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുടെ ഒരു പ്രതിഫലനമായി കാണേണ്ടതുണ്ടോ? രേണുക, രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, രേണുക നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ സാഹചര്യങ്ങൾ. രണ്ടാമതായിട്ട് നമ്മളിവിടെ ഈ വോട്ടിലെ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് മറുവശത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ചുകൂടിയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവർക്ക് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ അവരുടെ നേതൃത്വ ദേശീയ തലത്തിൽ തന്നെ അവരെ നയിക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ ലഭിച്ച സ്വീകാര്യത നമ്മൾ അവരുടെ ഓരോ ക്യാമ്പയിനിലും പങ്കെടുത്ത് കൃത്യമായി മനസ്സിലാക്കിയതാണ്. അതൊരു ഘടകമാണ്. കൃത്യമായിട്ടും അത് UDF കോൺഗ്രസ് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ ശരീരഭാഷയും അവരുടെ ശൈലിയും എല്ലാം തന്നെ കൃത്യമായി കോൺഗ്രസ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണെന്നിരിക്കെ വയനാട് ദുരന്തത്തിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അവിടെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ പിഴവുണ്ട് എന്ന UDFന്റെ വാദം കൂടി ജനങ്ങൾ കുറച്ച് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മാത്രമല്ല, നമ്മൾ അവിടെ ചെന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം കൂടി ഉൾക്കൊണ്ടാണ് ഈ വിവരം നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഘടകങ്ങൾ, വയനാട്ടിലെ ദുരന്തത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്ത, അല്ലെങ്കിൽ ജനങ്ങളെ അറിഞ്ഞുകൊണ്ട് നിൽക്കാത്ത സാഹചര്യമുണ്ട് എന്ന വിഷയം വരുന്നു. അതിൽ അവിടെ ജനങ്ങൾക്ക് ഈ നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച ദിവസം 300 രൂപ എന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായം കിട്ടാത്ത അവസ്ഥയുണ്ട്. വാടക പലർക്കും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലുപരിയായിട്ട് തെരച്ചിൽ അത് ഇപ്പോഴും തുടരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ തെരച്ചിലിൽ ഇതുവരെ കാണാതായവർ, അവർ മരിച്ചു പോയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തതിൻ്റെ വിഷയങ്ങളുണ്ട്. ഇത്തരത്തിൽ അതേപോലെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തപ്പോൾ അത് കേടുവന്നു എന്നത് പഞ്ചായത്തിൻ്റെ കുറ്റമാണെന്ന തരത്തിലുള്ള സർക്കാരിൻ്റെ വാദങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യം അവിടെ പലർക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ വ്യക്തിത്വം, അവർക്ക് കിട്ടുന്ന ദേശീയ തലത്തിലുള്ള പ്രാധാന്യം, ഇതിനൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിനുമെതിരായിട്ടുള്ള ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുണ്ടായ പൊതുജനത്തിനുണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഇതൊക്കെ തന്നെ ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. എന്ന് ഏത് തരത്തിൽ നോക്കിയാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ ആലോചനകൾ നടത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷം ഒരിക്കലും ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക വിജയിക്കുമെന്ന് കരുതിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ 2 റൗണ്ട് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന കണക്കൂട്ടലുണ്ട്. കാരണം 65% മുകളിൽ വോട്ട് കോൺഗ്രസ് പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ പോൾ ചെയ്തതിൽ 65% വോട്ട് പ്രിയങ്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രിയങ്കയുടെ വ്യക്തിത്വവും ദേശീയ തലത്തിലുള്ള പ്രാധാന്യവും രാഹുൽ ഗാന്ധി നടത്തിയ വൈകാരികമായ ഇടപെടലും ഒപ്പം വയനാട്ടിലെ ദുരന്തത്തിന്റെ അനുബന്ധ വിഷയങ്ങളും ഒക്കെ ഇവിടെ ചർച്ചയായിട്ടുണ്ട്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. ഉപതെരഞ്ഞെടുപ്പ് മഹാവികാസ് അഘാഡി തകർന്നടിഞ്ഞു. മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ മഹാവിജയം. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി ഭരണം നിലനിർത്തി. മഹാരാഷ്ട്രയിൽ BJPയിൽ നിന്നും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും.
എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ വിജയത്തെ കടത്തിവെട്ടി മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ അത്ഭുത ജയം. 288 അംഗ നിയമസഭയിൽ 234 വിജയിച്ച് 4/3 ഭൂരിപക്ഷമാണ് മുന്നണി നേടിയത്. 148 സീറ്റിൽ മത്സരിച്ച BJP 132 വിജയിച്ചു. സ്ട്രൈക്ക് റേറ്റ് 89%. 81 സീറ്റിൽ മത്സരിച്ച ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 57 51 സീറ്റിൽ മത്സരിച്ച അജിത് പവാറിന്റെ NCP 41 സീറ്റിലും വിജയക്കൊടി പാറിച്ചു. കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCPയും ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയും ചേർന്ന മഹാവികാസ് അഗാഡി 50 സീറ്റിലേക്ക് ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടിയ മുന്നണിയാണ് 6 മാസത്തിനുള്ളിൽ പാടെ തകർന്നടിഞ്ഞത്. കോൺഗ്രസ് 16, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 20, NCP ശരത് പവാർ വിഭാഗം 10 എന്നതാണ് കക്ഷിനില. മഹാരാഷ്ട്രയിൽ 2 സീറ്റിൽ മത്സരിച്ച CPIM സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. വിനോദ് നിക്കോളയാണ് 10ാം തവണയും ചെങ്കൊടി പാറിച്ചത്. BJP നേതൃത്വത്തിലെ വമ്പൻ പ്രചാരണത്തിനിടയിലും ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു. 81ൽ 56 സീറ്റോടെ ആധികാരിക വിജയമാണ് JMM, കോൺഗ്രസ്, RJD, CPIML മുന്നണി നേടിയത്. ഗോത്രമേഖലയിലെ JMMന്റെ വൻ മുന്നേറ്റമാണ് ജാർഖണ്ഡിന്റെ 24 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് തുടർഭരണം നൽകിയത്. അഴിമതിക്കേസിൽ ജയിലിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങിയ JMM നേതാവ് ഹേമന്ത് സോറൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും ഉറപ്പായി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് അനുകൂല സാഹചര്യങ്ങളെ പോലും അട്ടിമറിച്ച് വിജയം സ്വന്തമാക്കുന്ന BJPയുടെ തന്ത്ര മികവ് തന്നെയാണ് മഹാരാഷ്ട്രയിലും വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്താൻ BJP തയ്യാറായി. എന്നാൽ ഹരിയാന തോൽവിയിൽ പഠിക്കാനോ തിരുത്താനോ തയ്യാറാകാതെ പതിവ് ശൈലി പിന്തുടർന്ന കോൺഗ്രസിനേറ്റത് കനത്ത തോൽവിയാണ്. മഹാരാഷ്ട്രയിൽ മഹായുതിയെ അട്ടിമറി വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ പലതാണ്. 1. കുറഞ്ഞ വരുമാനക്കാരായ സ്ത്രീകൾക്ക് മാസം 1500 രൂപ നൽകുന്ന ലാഡ്ലി ബെഹിൻ പദ്ധതി. 2.21 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിയത് സ്ത്രീ വോട്ടുകൾ മഹായുതിക്ക് അനുകൂലമാക്കി. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 1500 രൂപ പെൻഷൻ പദ്ധതി മുതിർന്ന പൗരന്മാരുടെ വോട്ടുറപ്പാക്കി. 2. ഹിന്ദു വോട്ട് ഏകീകരണം. ജാതി സെൻസസ് മുതൽ പിന്നാക്ക മുസ്ലിം സംവരണം വരെയുള്ള കോൺഗ്രസ് നീക്കങ്ങളെ ഹിന്ദു ഏകീകരണ മുദ്രാവാക്യമുയർത്തി നേരിട്ടു. 3. ഹരിയാന തന്ത്രം മഹാരാഷ്ട്രയിലും. മറാത്ത വോട്ട് ബാങ്ക് മഹാവികാസ് അഗാഡിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത OBC വോട്ട് ബാങ്കിലൂടെ മറികടന്നു. മഹാവികാസ് അഗാഡിയുടെ മറാത്ത സംവരണവാദത്തെ OBC സംവരണം അട്ടിമറിക്കാനുള്ള വഴിയായി ചിത്രീകരിച്ചു. ഹം ഏക് ഹേ തോ സേഫ് ഹേ മുദ്രാവാക്യം പ്രധാനമന്ത്രി തന്നെ ആവർത്തിച്ചുയർത്തി. 4. ലോക്സഭാ തെരഞ്ഞെടുപ്പിലകന്ന കർഷകരെ മടക്കിയെത്തിക്കാനായി. ഉള്ളിവില കൂടിയപ്പോൾ അതിനെ വിലക്കയറ്റമായി മഹാവികാസ് അഗാഡി കണ്ടപ്പോൾ അതിലൂടെ ഉള്ളി കർഷകരുടെ വോട്ടുറപ്പിക്കുകയാണ് BJP ചെയ്തത്. കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നടക്കം വാഗ്ദാനങ്ങളിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിലും താഴെ തട്ടിലെത്തിയത് മഹായുതിയുടെ വാഗ്ദാനങ്ങളാണ്. മുസ്ലിം വിഭാഗം നിർണായകമായ മേഖലകളിലടക്കം വിജയിക്കാനുമായി. 5. നിരന്തര റെയ്ഡുകളിലൂടെ എതിരാളികളുടെ പണമൊഴുക്ക് തടഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പണം വരുന്ന വഴികളെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തടഞ്ഞു. പ്രതിപക്ഷത്തിന് ഫണ്ട് നൽകുന്ന വ്യവസായികളെ അടക്കം പൂട്ടി. ഒരു ഭാഗത്ത് BJP വലിയ തോതിൽ പണമിറക്കി കളിച്ചപ്പോൾ കയ്യിലുള്ള പണം പോലും ചിലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എതിരാളികളെ കൊണ്ടെത്തിച്ചു.
6. അഴിമതിക്കെതിരെ വികസനം. ഏക്നാഥ് ഷിൻഡെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ വമ്പൻ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധിച്ചത്. അടൽ സേതു, മെട്രോ 3, സമൃദ്ധി എക്സ്പ്രസ് പാത, തീരദേശ റോഡ് തുടങ്ങി നേരിട്ട് കാണാൻ കഴിയുന്ന വമ്പൻ വികസന പദ്ധതികളെ വോട്ടാക്കി മാറ്റാനായി. 7. മറാത്ത ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതു മുതൽ രാജ് താക്കറെയുടെ MNS, പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡി അടക്കമുള്ള ചെറു പാർട്ടികളുമായും ഗ്രൂപ്പുകളുമായും മുന്നണിക്ക് പുറത്ത് തന്ത്രപരമായ ധാരണയുണ്ടാക്കി. 8. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല RSS ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ മഹായുതിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനായി. എതിരാളികൾക്ക് അനുകൂലമായ ജനവികാരത്തെ 6 മാസം കൊണ്ട് അട്ടിമറിക്കാനാവുമെന്ന് തെളിയിക്കുന്നതുകൂടിയാണ് മഹാരാഷ്ട്രയിലെ മഹായുതിയുടെ ഏകപക്ഷീയ ജയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശകലനം കാണാം. ഇടവേളയ്ക്ക് ശേഷം KP അഭിലാഷ് ചേരും. ഉപതെരഞ്ഞെടുപ്പ്